അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم طلب العلم فريضة على كل مسلم ومسلمة. رواه البخاري. ബഹുമാന്യരായ സത്യവിശ്വാസികൾ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇന്ന് ജൂൺ 1. പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയാണ്. ഒരുപാട് പുതിയ കുട്ടികളാണ് മദ്രസയിലേക്കും സ്കൂളിലേക്കുമൊക്കെ പുതിയ അറിവ് തേടി എത്തുന്നത്. അതോടൊപ്പം തന്നെ 2 മാസത്തെ അവധിക്കാലം കഴിഞ്ഞ് നമ്മുടെ മക്കൾ പുതിയ വിദ്യാഭ്യാസങ്ങൾ നേടാനും അറിയാനും മനസ്സിലാക്കാനുമൊക്കെ സ്കൂളിലേക്ക് എത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വിദ്യാഭ്യാസം ആരംഭിക്കുന്ന എല്ലാ മക്കൾക്കും അറിവും തിരിച്ചറിവും വിവേകവും ബുദ്ധിയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ പറഞ്ഞു, തലബുൽ ഇൽമ്, അറിവ് നേടുക എന്നത് ഫരീളത്തൻ, അത് നിർബന്ധമാണ്. അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, മുസ്ലിമായ ഓരോ ആണിനും പെണ്ണിനും എല്ലാ മനുഷ്യർക്കും അറിവ് നേടുക എന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ അറിവിന്റെ കലാലയം മദ്രസയാണ്. അതായത് മദ്രസയിലേക്ക് ഒരു കുട്ടി വന്ന് അലിഫ് എന്ന അക്ഷരം എഴുതുന്നത് അലിഫ് ആ അല്ലാഹു എന്ന തിരിച്ചറിവുണ്ടാവണം. അംഗനവാടിയിലേക്ക് ഒരു കുട്ടി ചെന്നിട്ട് മലയാള ആദ്യക്ഷരമായ ആ എഴുതുമ്പോൾ അതിനു മുന്നേ ഉമ്മ ആ 3 വയസ്സുള്ള 4 വയസ്സുള്ള കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം, മോനെ അംഗനവാടിയിൽ ആയാണ് എഴുതിക്കുന്നത്, ആ അല്ലാഹു എന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി ഇംഗ്ലീഷ് അക്ഷരമാല ഏയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ ഉമ്മ പറഞ്ഞു കൊടുക്കണം, അല്ലാഹു. ഒന്നാമത്തെ അറിവ് അതാണ്. നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിച്ച, നിന്നെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക്, അതിന്റെ നാവിലേക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അറിവ് നേടുക എന്നത് അത് പ്രകാശമാണ്. ആ പ്രകാശം ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക വസ്ത്രധാരണമായിരിക്കണം മക്കൾക്ക് ഉണ്ടാവേണ്ടത്. നിര്യാണിക്ക് താഴെ ഫാന്റ് പോകരുത്. അത് പോകുന്നെങ്കിൽ മടക്കണ്ട, വെട്ടി തയ്ക്കണം. അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. നിസ്കാരമുള്ള മക്കളാക്കണം, ഖുർആനുള്ള മക്കളാക്കണം, പള്ളിയുമായി ബന്ധമുള്ള മക്കളാക്കണം, പോകുമ്പോഴും വരുമ്പോഴും സലാം പറയുന്ന മക്കളാക്കണം. അതുപോലെ മക്കളെയൊക്കെ വീട്ടിലേക്ക്, പ്രത്യേകിച്ചൊക്കെ വണ്ടി കൊടുക്കുന്ന ആളുകളോട് പറയുക, വണ്ടി എടുക്കുമ്പോ ബിസ്മില്ലാഹി. കുഞ്ഞുങ്ങളെ കൊണ്ടാ പോണത്, മക്കളെ കൊണ്ടാ പോണത്. 40 പിള്ളേരെ വണ്ടിക്കകത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറ്റുമെങ്കിൽ വണ്ടി എടുക്കും എല്ലാ മക്കളും കയറിയിട്ട് ഉറക്കെ പറഞ്ഞാൽ ആ മക്കളും പഠിക്കും. മക്കൾ ഉറക്കെ പറയും. മുസ്ലിങ്ങളല്ലാത്ത മക്കളായിക്കോട്ടെ, കേൾക്കട്ടെ. അങ്ങനെ തവക്കുൽ ചെയ്ത് പ്രാർത്ഥനയോട് കൂടി വീട്ടിൽ നിന്ന് ബിസ്മില്ലാ പറഞ്ഞ മക്കൾ ഇറങ്ങണം. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴും വരുമ്പോൾ സലാം പറയുന്ന മക്കളാക്കണം. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു മകൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വാപ്പക്ക് ഉമ്മക്ക് സലാം പറഞ്ഞാൽ ഉമ്മ പറഞ്ഞ മറുപടി എന്താ? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. അല്ലാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ. വൈകുന്നേരം വരെ അത് മതി. ഒരു തിന്മയിലേക്കും പോകില്ല, ഒരു അപകടങ്ങൾ ഉണ്ടാകില്ല, ഒരു ആപത്തുണ്ടാകില്ല. ഉമ്മാന്റെ ദുആയാണ് സലാം. അതുകൊണ്ട് അറിവിന്റെ തീരത്തെ കടുക്കുന്ന മക്കൾക്ക്
എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇസ്ലാമിന്റെ മൂല്യങ്ങളെയും ഇസ്ലാമിന്റെ മര്യാദകളെയും ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബി റഹ്മുഹുമാ കമാ റബ്ബൗനാ സിഗാറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.